നീലാകാശം നിറയെ എന്ന് പറയുന്നൊരു സിനിമയിലാണ് പുള്ളി നായകനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ആ സിനിമയിലായിരുന്നു രഹനയും നായികയായിരുന്നത്. അതിന് ശേഷമാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. ആ സിനിമയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മലയാള സിനിമയിൽ ഒരു വലിയ സ്ഥാനത്തേക്ക് വരേണ്ട ഒരു നടനായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയൊക്കെയോ സിനിമയാണല്ലോ. അപ്പോൾ അതാണ് ഞാനൊക്കെ ഈ ഫീൽഡിലേക്ക് വരുന്ന സമയം മുതലേ നവാസ് കലാഭവനിൽ കാസറ്റുകളായിട്ടും വീഡിയോ കാസറ്റുകളായിട്ടും വിദേശ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാമായിട്ട് അന്നേ സൂപ്പർ സ്റ്റാറാണ് മിമിക്രിയിൽ. പിന്നെ സിനിമയിലും ഉണ്ട്. നമ്മളൊക്കെ ആ സമയത്ത് കോമഡി കാസറ്റുകളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം തകർത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളും ആരാധനയോടുകൂടെയൊക്കെയാണ് നോക്കി കണ്ടിട്ടുള്ളത്. നവാസിനെയൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും ശരീരമൊക്കെ വളരെ കറക്റ്റായിട്ട് നോക്കി ആ ഒരു അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അതേ രൂപത്തിൽ തന്നെ നമുക്കിപ്പോഴും കാണാൻ കഴിയുന്ന രീതിയിലാണ് നവാസൊക്കെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായത് അതുകൊണ്ടിട്ടാണ്. നമുക്കൊരു പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷയില്ലാതെ മരണത്തിലേക്ക് പോയ ഒരു സുഹൃത്താണ്. ഒരുപാട് വേദന അതുകൊണ്ടിട്ട് തന്നെയുണ്ട്.